രജിൻ നോക്കൂ, സർക്കാർ പറയുന്നു, മുഖ്യമന്ത്രി പറയുന്നു കരാറുകാരാണ് ഈ ദുരന്തത്തിന് ഉത്തരവാദികൾ എന്ന് പറയുന്നു. കരാറുകാർ പറയുന്നു അവർക്ക് അലോട്ട് ചെയ്യാം, ഈ മണ്ണ് മാറ്റാനൊരു സ്ഥലം അലോട്ട് ചെയ്യാം എന്ന ഒരു ധാരണയുണ്ടായിരുന്നു. ആ ധാരണ സർക്കാർ പാലിച്ചില്ല എന്ന് പറയുന്നു. എന്താണ് സംഭവിച്ചത്? എന്തായാലും മനുഷ്യ ജീവനുകൾ വിലപ്പെട്ടതാണ്. 3 ജീവനുകൾ ആണ് ഈ ദുരന്തത്തിൽ കവർന്നെടുക്കപ്പെട്ടത്. കൂടുതൽ പേർ മരണപ്പെടാനുള്ള സാധ്യതയുണ്ട്. മണ്ണിനടിയിലുണ്ട് പലരും. അപ്പോൾ ഇത് ആരുടെയാണെങ്കിലും അശ്രദ്ധ മൂലമാണ് അപകടമുണ്ടായത്, ദുരന്തമുണ്ടായത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പ്രകൃതി ദുരന്തമല്ല, മറിച്ച് മനുഷ്യ നിർമ്മിത ദുരന്തമാണ് എന്ന് തന്നെയല്ലേ കരുതേണ്ടത്? നോക്കൂ അനിൽ നമ്പ്യാർ, വളരെ ദാരുണമായ ഒരു സംഭവമാണ് ഇന്ന് നടന്നിരിക്കുന്നത്. നമുക്കറിയാമല്ലോ, വളരെ വിഷമിപ്പിക്കുന്ന, നമ്മുടെ കേരളക്കരയെ ആകെ കണ്ണീരാക്കുന്ന ഒരു വലിയ ദുരന്തത്തിന്റെ ആളുകളായി നമ്മൾ മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ, കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിലാണല്ലോ കിഫ്ബിയുടെ പണം ഉപയോഗിച്ച് കൊങ്കൺ റെയിൽവേ ആണ് ഈ ദുരന്തപാതയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഉത്തരവാദിത്വവും നടത്തിക്കൊണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ മേൽനോട്ട ചുമതല മാത്രമാണ് കേരളത്തിലെ PWDക്കും മറ്റു സംവിധാനങ്ങൾക്കും ഒക്കെ ഉള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഇത് കരാറുകാരുടെ അശ്രദ്ധക്കുറവാണ് എന്ന് അടിവരയിട്ട് പറയേണ്ടി വരും. കാരണം ഈ കരാറുമായി ബന്ധപ്പെട്ട് അന്നത്തെ കേരള സർക്കാരുമായി ബന്ധപ്പെട്ട് അന്നുള്ളാക്കിയ കരാറിനകത്ത് ഈ തുരങ്കപാതയുമായി ബന്ധപ്പെട്ട് വരുന്ന വേസ്റ്റ് ആയിട്ടുള്ള മണ്ണുകൾ, ആ മണ്ണുകൾ ഡംപ് ചെയ്യുവാനും അതുമായി ബന്ധപ്പെട്ടുള്ള പൈസ കൊടുക്കുവാനും അതുമായി ബന്ധപ്പെട്ട് ആ സ്ഥലത്തിന് വാടക കൊടുക്കാനും അല്ലെങ്കിൽ സ്ഥലം ഏറ്റെടുക്കുവാനും ഒക്കെ എല്ലാ ഉത്തരവാദിത്വവും ഈ പറയുന്ന കൊങ്കൺ റെയിൽവേക്കും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കരാറുകാർക്കും ഉള്ള അതാണ് എന്ന് വ്യക്തമായി ആ കരാറിൽ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അവർ ഇതുവരെ എന്താണെന്ന് വെച്ചാൽ ഈ പദ്ധതി ആരംഭിച്ചിട്ട് ഇതുവരെയുള്ള എല്ലാ വേസ്റ്റ് മണ്ണും അവിടെ നിൽക്കുകയാണ്. അത് എവിടെയാണ് നിൽക്കുന്നത്? അവിടുമായി ബന്ധപ്പെട്ട നീർച്ചാലുകളുടെ മുകളിലാണ് ഇതെല്ലാം ഡംപ് ചെയ്തിട്ടിരിക്കുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കേരള സർക്കാരിനെ സംബന്ധിച്ച് പുതിയൊരു ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ തന്നെ ആ പ്രദേശവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ജനപ്രതിനിധികളും മന്ത്രിമാരും അതിന്റെ ആശങ്കകൾ പ്രകടിപ്പിക്കുകയും PWD മന്ത്രി ഉൾപ്പെടെയുള്ളവർ 3 തവണ മീറ്റിംഗ് വിളിക്കുകയും 20-ാം തീയതി ഈ മണ്ണ് നീക്കം ചെയ്യണമെന്ന് കളക്ടർ ഉൾപ്പെടെ PWD മന്ത്രി ഉൾപ്പെടെയുള്ളവർ ഈ പറയുന്ന കരാറുകാരോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് യാതൊരു നടപടികളും അവരെടുത്തില്ല എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ എന്താണ്, അവിടെ ആർട്ടിഫിഷ്യൽ ചെക്ക് ഡാം വരരുത്, അതുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകരുത് എന്നും പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ കഠിനമായ മഴ ഉണ്ടാകുമ്പോൾ അവരുമായി ബന്ധപ്പെട്ട് പണി നടപടികളുമായി, അതായത് കൺസ്ട്രക്ഷൻ വർക്കുകളുമായി മുന്നോട്ട് പോകരുത് എന്നുള്ളതും ഈ പറയുന്ന കരാറിനകത്ത് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് അന്നത്തെ മിനിറ്റ്സിനകത്ത്, ആ യോഗം കൂടിയ മിനിറ്റ്സിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോ കേരള സർക്കാരിനെ സംബന്ധിച്ച് കരാറുകാരുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, എല്ലാ നിർദ്ദേശങ്ങളും മേൽനോട്ടമുള്ള PWD ആയിക്കോട്ടെ, ഗവൺമെന്റ് ആയിക്കോട്ടെ, എല്ലാ നിർദ്ദേശങ്ങളും കൊടുത്തിരിക്കുകയാണ്. ആ നിർദ്ദേശങ്ങൾ ഒന്നും പാലിക്കാതെ വന്നതിന്റെ ഫലമായിട്ടാണ് ഇന്ന് ഈ ദാരുണമായ ഒരു സംഭവം, ഇന്ന് നമ്മളെ ഞെട്ടിക്കുന്ന സംഭവം, അത്രയും വലിയൊരു ദുരന്തം അവിടെ ഉണ്ടായത്. അതുമായി ബന്ധപ്പെട്ടാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയും അതുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട മന്ത്രിമാരൊക്കെ ഇതൊരു മനുഷ്യനിർമ്മിത ദുരന്തമാണ് എന്ന് പറഞ്ഞിട്ടുള്ളത്. സർക്കാരിനെ സംബന്ധിച്ച് സർക്കാരുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം, നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിർദ്ദേശങ്ങളും കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷെ ആ നിർദ്ദേശങ്ങൾ പാലിക്കാതിരുന്നത് അതുമായി ബന്ധപ്പെട്ട കരാറുകാരാണ് എന്നുള്ളതാണ്. അവിടെയാണ് പ്രശ്നം. കരാറുകാർ എവിടെ കൊണ്ട് ഈ മണ്ണ് കളയും? അല്ല, സർക്കാരല്ലേ? കാരണം അനിൽ നമ്പ്യാർ, അതിനകത്താണ് എനിക്ക് മുമ്പ് സംസാരിച്ച BJP വക്താവ് ഉൾപ്പെടെയുള്ളവർ പറഞ്ഞതിനകത്ത് വിയോജിപ്പ് പറയാനുള്ളത്. അതുമായി ബന്ധപ്പെട്ടാണ് ഈ കമ്പനിയുമായി ബന്ധപ്പെട്ടുള്ള കരാറിനകത്ത് പറഞ്ഞിരിക്കുന്നത്, ഇതുമായി ബന്ധപ്പെട്ടുള്ള എന്ത് വേസ്റ്റുകൾ വന്നാലും ആ വേസ്റ്റുകൾ അവിടെ നിന്ന് നീക്കം ചെയ്യേണ്ടത് ഈ പറയുന്ന കരാറുകാരാണ്. അതുമായി ബന്ധപ്പെട്ട് കരാറുകാർക്കാണ് അതിന്റെ അധികാരമുള്ളത്. അതുമായി ബന്ധപ്പെട്ട് പോകേണ്ടത് അവരാണ്. അതാണ് അവരുമായിട്ടുള്ള അന്നത്തെ കേരള സർക്കാരിന്റെ എഗ്രിമെന്റ് എന്ന് പറയുന്നത്. അപ്പോ അവരല്ലേ അത് കണ്ടുപിടിച്ച് മുന്നോട്ട് പോകേണ്ടത്. ആ എഗ്രിമെന്റ് ഒന്ന് കാണിക്കാമോ? അങ്ങനെ ഒരു കരാർ ഉണ്ട് എന്ന് താങ്കൾക്ക് പറയാൻ പറ്റുമോ? അതുമായി ബന്ധപ്പെട്ടുള്ള കഴിഞ്ഞ മീറ്റിംഗിലെ മിനിറ്റ്സ് എന്റെ ഉണ്ട്. പക്ഷെ അതുമായി ബന്ധപ്പെട്ട എഗ്രിമെന്റ് ഞാൻ താങ്കൾക്ക് അത് അയച്ചു തരുന്നതായിരിക്കും. രജിൻ ഒരു മിനിറ്റ്. യുവരാജ്, അല്ല, അതിനകത്ത് രജന പറയുന്ന കാര്യം ഞാൻ വാദത്തിന് വേണ്ടി അംഗീകരിച്ചു തരാം. അത് മാറ്റേണ്ടുന്നതിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് കരാർ കമ്പനിക്കുണ്ട് എന്നുള്ളത് വാദത്തിന് വേണ്ടി ഞാൻ അംഗീകരിച്ചു തരാം. അവർക്ക് ഉത്തരവാദിത്വമുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല.
ആ ഉത്തരവാദിത്തമുണ്ട് എന്നുള്ള കാര്യം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ മിനിറ്റ്സ് എഴുതുന്ന താങ്കളുടെ കയ്യിൽ മിനിറ്റ്സ് ഉണ്ടല്ലോ, ആ മീറ്റിങ്ങിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് അറിയില്ലായിരുന്നു എന്നാണോ അങ്ങ് പറഞ്ഞു വരുന്നത്? അതിനകത്ത് തന്നെ പറയുന്നുണ്ട് ഇത് മാറ്റാൻ വേണ്ടിയിട്ട് സ്ഥലം ആവശ്യമുണ്ട്, ഈ സ്ഥലം എവിടെയെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് കൊടുക്കണം എന്നുള്ള കാര്യം കരാർ കമ്പനി ആവശ്യപ്പെടുന്ന സമയത്ത് അത് ഐഡൻറ്റിഫൈ ചെയ്ത് കൊടുക്കാമെന്ന് അവിടുത്തെ ഭരണകൂടം സമ്മതിച്ചിട്ടുണ്ട്. അത് ഐഡൻറ്റിഫൈ ചെയ്ത് കൊടുത്തുവെങ്കിൽ അത് എവിടെയാണ്? അങ്ങനെ കൊടുത്ത ഒരു സ്ഥലമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗവൺമെന്റ് അത് തീർച്ചയായിട്ടും ജനങ്ങളുടെ മുമ്പിൽ പറയാൻ വേണ്ടി തയ്യാറാകണം. ഇന്ന സ്ഥലത്ത് ഞങ്ങൾ ലാൻഡ് അലോട്ട് ചെയ്തതാണ്, ആ ലാൻഡ് അലോട്ട് ചെയ്തതിന് ശേഷവും ഇവർ ഇവിടുന്ന് മണ്ണ് മാറ്റാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടില്ല, അതുകൊണ്ട് ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഈ കമ്പനിക്കാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് തയ്യാറാകണം. ഇല്ലാത്ത പക്ഷം നിങ്ങൾ ചെയ്യേണ്ടുന്ന പണി ചെയ്യാതെ വെറുതെ ഏതെങ്കിലും കമ്പനിയുടെ തലയിലേക്ക് മാത്രം ഈ ഉത്തരവാദിത്വത്തിനെ കൊണ്ട് വെക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. കാരണം ജനങ്ങളുടെ വോട്ട് വാങ്ങി ജയിച്ചിരിക്കുന്നത് ഈ ഗവൺമെന്റ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ജനങ്ങളോട് ഉത്തരവാദിത്വം ഉള്ളതും ഈ ഗവൺമെന്റിനാണ് അതിനകത്ത് ഉത്തരവാദിത്വം ഉണ്ടാകേണ്ടത്, അല്ലാണ്ട് ഏതെങ്കിലും ഒരു കമ്പനിക്കല്ല ഉത്തരവാദിത്വം ഉണ്ടാകേണ്ടത്. അല്ല യുവരാജ്, അതിനകത്ത് ഈ ഗവൺമെന്റിന് ഉത്തരവാദിത്വം ഉണ്ടായതുകൊണ്ടാണല്ലോ അങ്ങനെയുള്ള ഒരു പ്രദേശമായതുകൊണ്ടും അവിടെ മഴയുണ്ടാകുമെന്നും അവിടെ സെൻസിറ്റീവായ വിഷയങ്ങൾ ഉള്ളതുകൊണ്ടും പ്രകൃതിപരമായ വിഷയങ്ങൾ ഉണ്ടായതും പരിസ്ഥിതിപരമായ വിഷയങ്ങൾ ഉണ്ടായതുകൊണ്ടും അവിടുമായി ബന്ധപ്പെട്ട് ഈ കമ്പനിയുമായി നിരന്തരമായി മീറ്റിംഗ് കൂടുകയും ആ മീറ്റിംഗിൽ ഈ കമ്പനിയോട് ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്തത് ഈ ജനങ്ങളോടും ഈ പ്രതിബദ്ധത ഉണ്ടായതുകൊണ്ടാണല്ലോ. ഞാൻ പറഞ്ഞു പൂർത്തീകരിക്കട്ടെ, അങ്ങനെ ഇടപെടാതെ. അപ്പോ അങ്ങനെയുള്ള ഒരു ഗവൺമെന്റ് ആണല്ലോ കേരളം ഭരിച്ചു പോകുന്നത്. പിന്നെ ഇതിനകത്ത് രണ്ടാമതൊരു കാര്യമുണ്ട്. ഈ വയനാടിനെ സംബന്ധിച്ച് നമുക്കറിയാമല്ലോ, ഈ പറയുന്ന മണ്ണ് ഡംപ് ചെയ്യുവാൻ വേണ്ടിയുള്ള സ്ഥലപരിമിതി ഉള്ള സ്ഥലമാണ്. പക്ഷേ ഇത് തുടങ്ങിയിട്ട് ഇതുവരെ ഈ 20-ാം തീയതി മീറ്റിംഗ് കൂടുന്നത് വരെ താങ്കൾ ഒരു വാദത്തിന് വേണ്ടി ഞാനും അത് അംഗീകരിച്ചു തരാം. അന്നേരം അവർ പറഞ്ഞിരുന്നു സ്ഥലം ഏറ്റെടുത്ത് തരണം എന്ന് പറഞ്ഞിരുന്നു എന്ന് താങ്കൾ പറയുന്നത് ഞാനും വാദത്തിന് വേണ്ടി അംഗീകരിച്ചു തരാം. പക്ഷേ ഇതുവരെ ആ കരാറുകാർ ഈ പണി തുടങ്ങിയപ്പോൾ മുതൽ അവിടുത്തെ നീർച്ചാലുകളുടെ മുകളിലേക്ക് ഈ മണ്ണുകളെല്ലാം ഡംപ് ചെയ്ത് വലിയ കൂനകളാക്കി. ഇപ്പം എനിക്ക് മുമ്പ് സംസാരിച്ച സാറ് പറഞ്ഞത് കൂടെ അത്രയേറെ മണ്ണ് അവിടെ ഡംപ് ചെയ്യുമ്പോൾ അവർക്കറിയാമായിരുന്നില്ലേ ഈ പറയുന്ന മണ്ണ് അവിടെ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള ദുരന്തങ്ങൾ ഉണ്ടാകും, ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ് ഈ മണ്ണ് മാറ്റുക എന്നുള്ളത്. ആ ഉത്തരവാദിത്വം പരിപൂർണമായി പാലിക്കാത്ത ഈ പറയുന്ന കരാറുകാർക്ക് വേണ്ടി ഉള്ള ഒരു സപ്പോർട്ടായിട്ട് BJP ഇവിടെ സംസാരിക്കരുത്. ഇതുവരെ അവർ ഉത്തരവാദിത്വം ചെയ്തിട്ടില്ല. കരാറുകാർ ഇതുമായി ബന്ധപ്പെട്ട് അവരുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ഈ പറയുന്ന വേസ്റ്റ് മണ്ണുകളും അല്ലെങ്കിൽ പാറകളും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സാധനങ്ങളെല്ലാം മാറ്റേണ്ട ഉത്തരവാദിത്വം കരാറുകാരയിലാണ്. അവർ ഈ പദ്ധതി തുടങ്ങിയിട്ട് ഇതുവരെയായിട്ടും അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും ചെയ്യാത്തവർ ഇപ്പോൾ സ്ഥലം കിട്ടുന്നില്ല എന്ന് താങ്കൾ പറയുന്നതാണ്. ഞാൻ അങ്ങനെ തന്നെ പറയാം. അങ്ങനെ പറയുന്ന താങ്കൾ പറയുന്ന താങ്കളാണല്ലോ അവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പറഞ്ഞ അപ്പോ ആ വാദത്തിന് വേണ്ടി പറയാണ്. ഇപ്പോഴാണോ അവർക്ക് ഇത് മനസ്സിലായത്? ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ അതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം ചെയ്താൽ ഇത്രയും വലിയ രീതിയിൽ അവിടെ കൂനകൾ അല്ലെ കൂനകൾ ഉണ്ടായത് എങ്ങനെയാണ്? അവർ അവർ ദുരുത്തരവാദിത്തവരാണ്. ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ. അതായത് ഇപ്പോൾ സർക്കാർ ആവശ്യപ്പെട്ടത് പ്രകാരം ഈ കരാറെടുത്ത കമ്പനി മണ്ണ് നീക്കം ചെയ്തില്ല. സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് സ്റ്റോപ്പ് മെമ്മോ കൊടുത്തിട്ടുണ്ടോ? ഈ മണ്ണൊക്കെ നീക്കം ചെയ്തതിന് ഒരു മിനിറ്റ് യുവരാജ്, ഈ മണ്ണൊക്കെ നീക്കം ചെയ്തതിന് ശേഷം മാത്രം തുടർ പ്രവർത്തനം മതി, നിർമ്മാണ പ്രവർത്തനം മതി, അങ്ങനെ ഒരു ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ടോ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന്? അനിൽ നമ്പ്യാർ, ഇതിനകത്ത് സർക്കാരുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞില്ലേ 20-ാം തീയതി നടന്ന യോഗത്തിൽ സർക്കാരിന്റെ PWD മന്ത്രി ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത യോഗത്തിൽ നിന്നുമല്ലേ നമുക്ക് നിങ്ങളുടെ കയ്യിലും എന്റെ കയ്യിലുമുള്ള ഈ പറയുന്ന രേഖകൾ ഉള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട മണ്ണ് അവിടെ നീക്കം ചെയ്യണം, അവിടെ മഴ കനക്കുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കരാർ കമ്പനി നീക്കം ചെയ്യണം. പക്ഷെ എങ്ങോട്ടേക്ക് നീക്കം ചെയ്യുന്നുള്ള ചോദ്യത്തിന് ഉത്തരവില്ലല്ലോ. എങ്ങോട്ടേക്ക് നീക്കം ചെയ്യും? ആ നീക്കം ചെയ്യാനുള്ള ഒരു സ്ഥലം അനുവദിച്ചു കൊടുക്കണം എന്ന് അവർ പറഞ്ഞല്ലേ, കമ്പനി ആവശ്യപ്പെട്ടതല്ലേ, നിങ്ങൾ അനുവദിച്ചു കൊടുത്തോ? എവിടെ പറഞ്ഞിരിക്കുന്നത്? അല്ലാതെ എവിടെ കൊണ്ടേ കളയും? താങ്കൾ അവർക്ക് വേണ്ടി ഉള്ള വാദത്തിന് വേണ്ടി പറഞ്ഞേക്കാണെങ്കിൽ അതൊന്ന് പറയും.